Hello, welcome back to Eduport. All good Eduport load Sadam Vishak sir ആണ് നമ്മൾ 8ാം ക്ലാസ് കെമിസ്ട്രിയിലെ അടിപൊളി ഒരു ടോപ്പിക് ആണ് എടുക്കുന്നത്. 8ാം ക്ലാസ് കെമിസ്ട്രിയിലെ അടിപൊളി എന്ന് പറഞ്ഞാൽ ലോഹങ്ങൾ എന്നുള്ള അല്ലെങ്കിൽ മെറ്റൽസ് എന്നുള്ള ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്. എന്താ ടോപ്പിക് അറിയോ? പെട്ടെന്ന് നമുക്ക് പറയാം. ഓക്കേ, എന്താ പെട്ടെന്ന് പറയാന്ന് പറയാ. യെസ്, ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽ. ലോഹങ്ങളുടെ പൊതുവായ സവിശേഷതകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 1 മാർക്കിന് 2 മാർക്കിന് 3 മാർക്കിനൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാറുണ്ട്, നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അങ്ങനെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് യെസ് നിങ്ങൾ എന്ത് ചെയ്യുക, മറക്കാതെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യണം, ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ എഴുതണം. സാറിന്റെ വാശിയാണ്. സോ എന്താണ് മെറ്റൽസിന്റെ ലോഹങ്ങളുടെ പൊതുവായ സവിശേഷതകൾ അല്ലെങ്കിൽ എന്താണ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽ? എന്താ ഒന്ന് പ്രധാനപ്പെട്ട ആളാണ് ഹാർഡ്നെസ് അല്ലെങ്കിൽ കാഠിന്യം. ഓർത്തൊക്കെ എന്താണ് ഹാർഡ്നെസ് അല്ലെങ്കിൽ കാഠിന്യം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് ഹാർഡ്നെസ് അല്ലെങ്കിൽ കാഠിന്യം എന്ന് നമുക്ക് പറയാം. ഓക്കെ, എന്താ ഹാർഡ്നെസ് എന്ന് പറഞ്ഞാല്? നല്ല ശക്തിമാൻ എന്നൊക്കെ പറയില്ലേ, എന്താണ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാല്? യെസ്, ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ഹാർഡ്നെസ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് ഡീഫോർമേഷൻ. എന്താണ് രൂപമാറ്റം വരുന്നതിനെ പ്രതിരോധിക്കാനുള്ള ഒരു വസ്തുവിന്റെ കഴിവിനെയാണ് കാഠിന്യം എന്ന് പറയാം. എന്താണ് രൂപമാറ്റം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു മെറ്റൽ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പിടിച്ചു നിൽക്കുക അല്ലെ, അതിനാണ് എന്ത് ചെയ്യുക, കാഠിന്യം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കാം, ഇവിടെ ഒരു ബോൾ ഉണ്ട് അല്ലെ, ഒരു ബോൾ ഉണ്ട് അല്ലെ. ഈ ബോൾ ഇപ്പൊ എന്താണ്, നമ്മൾ അമർത്തിയാൽ, കയ്യിൽ പിടിച്ച് അമർത്തിയാൽ എന്ത് ചെയ്യുന്നു, അത് അമരുന്നു. അതിന്റെ രൂപമാറ്റം എന്ത് ചെയ്യുന്നു, വരുന്നു. അതിന് രൂപമാറ്റം വരുന്നു എന്ത് ചെയ്യാം, നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. രൂപമാറ്റം വരുന്നുണ്ട്, അവിടെ എന്ത് ചെയ്യുക, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. സെറ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാം. ഇനി മറ്റൊരു കാര്യം അല്ലെ, ഇവിടെ ഈ ബോള് അമർത്തിയാലും അമരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഓർത്തൊക്കെ എന്താണ്, അമർത്തിയാലും അമരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അതിന് കാഠിന്യം ഉണ്ട് അല്ലെ. രൂപമാറ്റം വരുന്നതിനെ പ്രതിരോധിക്കുന്നുണ്ട് ആര്, ഈ പന്ത്, ഈ ബോള്. അപ്പൊ എന്താണ് കൃത്യമായിട്ട് പറയാം, രൂപമാറ്റം വരുന്നതിനെ ഇവിടെ എന്ത് ചെയ്യുന്നു, റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പന്ത്. അപ്പൊ അവിടെ എന്തുണ്ട്, ആ ഒരു പന്തിന് കാഠിന്യം ഉണ്ട്. ഇവിടെ എന്തല്ല, പന്തിന് കാഠിന്യമില്ല. അപ്പൊ നോക്കുക, നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മളെ ആക്സ് അല്ലെങ്കിൽ എന്താണ് കോടാലി അല്ലെങ്കിൽ കത്തികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല ഉറപ്പുള്ള സംഭവങ്ങളാണ് അല്ലെ. ഇത് നമ്മളെ രൂപമാറ്റം വരുത്താനതാണ്, ഒരു സാധനം കൊണ്ടുകൊടുത്തിട്ട് എന്താണ്, ഇത് കത്തിയാക്കണം കേട്ടോ അല്ലെ, ഇതെന്താണ്, ഇത് മഴുവാക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അവരെങ്ങനെയാണ് അത് ചെയ്യുന്നത് അല്ലെ, അടിച്ച് പരത്തിയിട്ടാണ് അല്ലെ, നല്ല രീതിയിൽ ചുട്ടു പഴുപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, അടിച്ച് പരത്തിയിട്ടാ ചെയ്യുന്നത്. അവിടെ കാഠിന്യം നല്ലോണുള്ളതുകൊണ്ടാണ് അല്ലെ, ഇരുമ്പിന് എന്തുണ്ട്, കാഠിന്യം നല്ലോണം ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യം അല്ലെ, ഈ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാം, സെറ്റായിട്ട് പറഞ്ഞു പോകാൻ പറ്റും. അപ്പോ ഇവിടെ ഇയാളുടെ മുഖത്ത് നോക്കിയാൽ മതി, കാഠിന്യം അല്ലെ, എന്താണ് യെസ്, ഈ മുഖത്ത് നോക്കിയാൽ എന്ത് ചെയ്യും, ഈ മെറ്റലിന്റെ കാഠിന്യം മനസ്സിലാവും. കുറച്ച് മൂപ്പര് വേർക്കുന്നുണ്ട് അല്ലെ, എന്താണ് വേർപ്പ് പൊടിയുന്നുണ്ട്. ഓക്കെ, ഇത് വേർപ്പാണ് വിചാരിക്കും കേട്ടോ, എന്താ വേർപ്പ് പൊടിയുന്നുണ്ട് അല്ലെ. മറ്റൊരു കാര്യം നോക്കുക, എല്ലാത്തിനും കാഠിന്യം ഉണ്ടെങ്കിലും അതിനെ പറയുമ്പോ കുറച്ച് ആളുകൾ ഉണ്ടാവില്ലടാ, അവിടെ ഉള്ള ഒരാളാണ് സോഡിയം. എന്താ സോഡിയം അല്ലെങ്കിൽ നമ്മുടെ എണ്ണ അല്ലെ, എണ്ണ അല്ലെങ്കിൽ സോഡിയം. അവിടെ എഴുതിയിട്ട് മനസ്സിലാവില്ല, എണ്ണ. ഓക്കെ, എന്താണ് സോഡിയം, അതിനൊരു വിപരീതമായ ആളാണ്. സോഡിയം എന്താണ്, അതിലൊരു വിപരീതമായ ആളാണ്. കാരണം സോഡിയത്തെ നമുക്ക് എന്ത് ചെയ്യാം, കത്തി കൊണ്ട് അരിയാം. എന്താടാ കത്തി കൊണ്ട് അരിയാന്ന്. ഓക്കെ, കത്തി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അരിയാൻ പറ്റും. ആരെ, സോഡിയത്തിന്. ഓക്കെ, അറിയാൻ പറ്റും ആരെ, സോഡിയത്തിന്. അപ്പൊ സോഡിയം എന്താണ്, തീരെ കാഠിന്യം നെഹിയേ യഹാം. എന്താണ് കാഠിന്യം ഇങ്ങ ഇല്ലേ, എന്താണ് ഇവിടെ കാഠിന്യം ഇല്ല, ഇവിടെ കാഠിന്യം ലോലഹൃദയനാണ് നമ്മളെ സോഡിയം. എന്താണ് ലോലഹൃദയനാണ്. അടുത്ത രണ്ടാമത്തെ ആള് എന്താണ്, ലെസ്റ്റർ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലോഹദ്യുതി എന്ന് പറയും. ലോഹദ്യുതി എന്ന് പറഞ്ഞാല് ദിസ് ഈസ് എ മെറ്റൽ. ഇതെന്താണ്, ഒരു മെറ്റലാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് കത്തിയാണ് കേട്ടോ, സോറി, ഇത് മുറിക്കുന്ന ഒരു സാധനമാണ്, ഡ്രില്ലിംഗ് മെഷീൻ. ഡ്രില്ലിംഗ് അല്ല, കട്ടിംഗ് മെഷീനാണ്. ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെ, ഈ കട്ട് ചെയ്തിട്ട് 2 ഭാഗമാക്കി മാറ്റി ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യും, മെറ്റൽ ആണെങ്കിൽ തിളക്കം അനുഭവപ്പെടും. എന്താണ് ഇതിന്റെ മെറ്റൽ ഭാഗത്ത് എന്താണ്, തിളക്കം അനുഭവപ്പെടും. അപ്പൊ ആ തിളക്കത്തിന് പറയുന്ന പേരാണെന്ത്, ലെസ്റ്റർ പ്രോപ്പർട്ടി എന്ത് ചെയ്യാ, നിങ്ങൾ ഓർത്ത് വെച്ച് പോവാ. അപ്പൊ എന്താണ് യെസ്, ലെസ്റ്റർ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലോഹദ്യുതി എന്ന് പറഞ്ഞാല് മെറ്റാലിക് ലെസ്റ്റർ ഇസ് എ പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ which allow them to have a shiny surface. എന്താണ് ഒരു ഷൈനി സർഫസ്, ലോഹങ്ങളെ മുറിക്കുന്ന സമയത്ത്
പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം എന്ത് ചെയ്യുന്നു? തിളക്കമാർന്നതായി കാണപ്പെടുന്നു. ഈ സവിശേഷത എന്ത് ചെയ്യും? ലോഹദ്യുതി എന്ന് പറയുന്നു. സെറ്റാണോടാ? സെറ്റാണോ? എന്താണ് തിളക്കം അനുഭവപ്പെടുന്നതിനെ ലോഹദ്യുതി എന്ന് പറയും. ഇത്ര മാത്രം മതി. സെറ്റാണോ? ഇവിടെ നോക്കുക, ഇവിടെയൊക്കെ ഈ ഒരു മെറ്റലൊക്കെ എന്തുണ്ട്? തിളക്കം കണ്ടോ? നിങ്ങൾ തിളക്കം കണ്ടോ? നല്ല രീതിയിൽ തിളങ്ങുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? ഈ ഒരു ഭാഗം മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്? തിളങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ തിളക്കം എന്താ പറയാ? ആ തിളക്കത്തിന് പറയുന്ന പേരാണ് ലസ്റ്റർ പ്രോപ്പർട്ടി. എന്താണ്? ലസ്റ്റർ പ്രോപ്പർട്ടി, ലോഹദ്യുതി. ഇനി അടുത്ത ഒരാൾ, ഇമ്പോർട്ടന്റ് ആള്, ഇതിലെ രാജാവ് എന്ന് പറയാം. രാജാവ് രണ്ടാളുണ്ട്, രാജാവ് രാജ്ഞി. ഇത് രാജാവ് നോക്കാം. എന്താണ്? യെസ്, മാലിയബിലിറ്റി എന്ന് പറയും. ആളെ പേര് മാലിയബിലിറ്റി. കുഴപ്പക്കാരനാണോ ചോദിച്ചാൽ കുഴപ്പക്കാരനാണ്, അല്ല ചോദിച്ചാൽ അല്ല. അങ്ങനെ പറഞ്ഞാൽ നോക്കാം. എന്താണ് മാലിയബിലിറ്റി? മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നോക്കുക, ഈ ഒരു ഹാമർ കൊണ്ട് ഇതിനെ അടിച്ചിട്ട് ഇതുപോലെ ആക്കുന്നതിനെ മാലിയബിലിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പൊ മനസ്സിലായില്ല? അടിച്ച് പറത്തി എന്താണ് നല്ല ഷീറ്റാക്കി മാറ്റുക, അതിനെയാണ് മാലിയബിലിറ്റി എന്ന് പറയാം. അപ്പൊ ഓർത്തൊക്കെ എന്താണ്? യെസ്, ഇതേപോലെ എന്താണ് നമ്മള് ഗോൾഡ് ഫോയിൽ ഉണ്ടാക്കാറുണ്ട്, അലുമിനിയം ഫോയിൽ ഭക്ഷണം പൊതിഞ്ഞു കൊണ്ടുവരാറില്ലേ, അങ്ങനെ അലുമിനിയം ഫോയിൽ ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ്? യെസ്, ഈ ഒരു മാലിയബിലിറ്റി ഉള്ളത് കൊണ്ടാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, എന്താണ്? അടിച്ചു പരത്തി കനം കുറഞ്ഞ, ഇറ്റ് ഈസ് എബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ടു ഹാമേർഡ് ഇൻ ടു തിൻ ഷീറ്റ്സ് ആക്കി മാറ്റുക. അത് തന്നെയാണ് അല്ലെ? എന്താണ്? ലോഹങ്ങൾ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കും. ഈ സവിശേഷതയെ മാലിയബിലിറ്റി എന്ന് പറയുന്നു. ഈ സവിശേഷത എന്താണ്? മാലിയബിലിറ്റി എന്നാണ് പറയാം. മക്കളെ, സെറ്റാണ് അല്ലെ? എന്താണ്? ഇവിടെ നോക്കുക, നമ്മൾ അടിച്ചു പരത്താണ്. എന്തിനു വേണ്ടിയിട്ട്? യെസ്, ഇതിനെ തിൻ ഷീറ്റ് ആയിട്ട് മാറ്റാം അല്ലെ? സ്വർണത്തിന്റെ തകിട് കണ്ടോ? ഇതിന്റെ സ്വർണത്തിന്റെ തകിടൊക്കെ രക്ഷയുണ്ടാവും അല്ലെ? ഇത് കിട്ടിയാൽ നമുക്ക് രക്ഷപ്പെടാം അല്ലെ? അപ്പൊ നോക്കാം, ഗോൾഡ് ഈസ് ദ മോസ്റ്റ് മാലിയബിൾ മെറ്റൽ. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാം. എന്താണ്? സ്വർണമാണ് ഏറ്റവും മാലിയബിൾ ആയിട്ടുള്ള മെറ്റൽ. ഓക്കെ, സെറ്റാണ്. സ്വർണ്ണമാണ് ഏറ്റവും മാലിയബിൾ ആയിട്ടുള്ള മെറ്റൽ. അടിച്ച് പൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. സ്വർണ്ണമാണ് ഏറ്റവും മാലിയബിൾ ആയിട്ട് മെറ്റൽ. അടിച്ച് പരത്തി തിന്നായുള്ള ഷീറ്റാക്കി ആരെ മാറ്റാൻ കഴിയും? സ്വർണത്തിനെ മാറ്റാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ്. അല്ലേ? യെസ്, അടുത്ത ആൾ കുറച്ച് കറണ്ട് അടിക്കും കേട്ടോ. എന്താണ്? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ വൈദ്യുത ചാലകത. എന്താണ്? വൈദ്യുത ചാലകത. യെസ്, അപ്പൊ എന്താണ് വൈദ്യുതി ചാലകത എന്ന് പറഞ്ഞാല്? വൈദ്യുതി കണ്ടക്ട് ചെയ്യാൻ അല്ലെ? എന്താണ്? വൈദ്യുതി കടത്തിവിടാൻ അല്ലെങ്കിൽ വൈദ്യുതി കണ്ടക്ട് ചെയ്യാനുള്ള അതിന്റെ എബിലിറ്റി ആണ്. ഇറ്റ് ഈസ് എബിലിറ്റി ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഈസ് കോൾഡ് വൈദ്യുത ചാലകത. വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവിനെ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നു. അല്ലെ? തിരിഞ്ഞു പോയോ? എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ പഠിച്ചോ, സെറ്റായി പഠിച്ചോ. യെസ്, അപ്പൊ നോക്കാം. It's the ability of substance to let electricity pass through. It is known as electrical conductivity. വൈദ്യുതി കടത്തിവിടാനുള്ള ഒരു വസ്തുവിന്റെ കഴിവാണ് വൈദ്യുത ചാലകത എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, നമ്മളെ വീട്ടിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഗൃഹവൈദ്യുതീകരണം ചെയ്യാറുണ്ട്. വീട്ടിലൊക്കെ ഗൃഹവൈദ്യുതീകരണം എന്ന് പറയണോ? ഇല്ല, വേണ്ട ആവശ്യമില്ല. രണ്ടും ഗൃഹം തന്നെയല്ലേ, രണ്ടും വീടല്ലേ. ഓക്കെ, അപ്പൊ എന്താണ്? ആ വീടിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വൈദ്യുതീകരിക്കാറുണ്ട് അല്ലെ? വൈദ്യുതി ഓരോ സ്ഥലത്തും ഇങ്ങനെ എത്തിക്കും. ലൈറ്റ് ആണ് അങ്ങോട്ട്, AC ആണ് അങ്ങോട്ട് അല്ലെ? എന്താണ്? അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ആണ് ഇപ്പുറത്തേക്ക്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നു? വൈദ്യുതി കടത്തി വിടാറുണ്ട്. അപ്പൊ ചില മെറ്റൽസിന് എന്ത് ചെയ്യുന്നു? വൈദ്യുതി കടത്തി വിടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, എന്താണ്? ഇറ്റ്സ് എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ലെറ്റ് ഇലക്ട്രിസിറ്റി പാസ് ത്രൂ. ഇറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഒന്ന് ഇമ്പോർട്ടന്റ്. സിൽവർ ഇസ് ദ ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ. രണ്ട്. ഓക്കെ, എന്താണ്? ഒന്ന് നമ്മൾ പഠിച്ചു, എന്താണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. രണ്ട്, സിൽവർ ഈസ് ദ ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ എമംഗ് മെറ്റൽ അല്ലെ? അതേപോലെ എന്താണ്? കോപ്പറും അലുമിനിയം ഒക്കെ എന്താണ്? ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പൊ ഓർത്ത് വെക്കുക, സിൽവർ ആണ് ബെസ്റ്റ്. പക്ഷെ പൈസ കുറച്ച് കൂടുതലാടാ. നിങ്ങൾ ആലോചിക്കുക, സിൽവർ കൊണ്ട് നിങ്ങളുടെ വീട്ടില് ഗൃഹവൈദ്യുതീകരണം ചെയ്യുന്നത്. എന്ത് നല്ല സ്വപ്നം. അടിപൊളി. പിന്നെ വീട് കാണൂല അല്ലെ? യെസ്, അതേപോലെ സ്റ്റിൽ ദ ഇലക്ട്രിക്കൽ വയർ ഇൻ അവർ ഹൗസസ് ആർ മെയ്ഡ് ഓഫ് കോപ്പർ. ഓർത്ത് വെക്കുക, കോപ്പർ എന്താ? കോപ്പർ ചീപ്പാണ് അല്ലെ? ചീപ്പാണെങ്കിലും ആൾ അടിപൊളിയാണ് അല്ലെ? എന്താണ്? ആൾ അടിപൊളിയാണ്. എടാ മക്കളെ, അടുത്തതാണ് മെയിൻ ആളാണ്. യെസ്, നമുക്കൊക്കെ ആവശ്യത്തിനുള്ള ആളാരാണ്? യെസ്, തെർമൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ എന്താണ്? താപചാലകത. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, വൈദ്യുത ചാലകത നമ്മൾ പറഞ്ഞു അല്ലെ? അവിടെ തന്നെ ഓർത്ത് വെക്കുക. താപചാലകത എന്താണ്? വൈദ്യുതി കടത്തിവിടാണ് താപചാലകതയാണെങ്കിൽ. വൈദ്യുതി കടത്തിയുള്ള എന്താണ്? വൈദ്യുത ചാലകതയാണെങ്കിൽ താപം കടത്തിയുള്ള എന്താണ്? താപചാലകതയാണ്. ഓക്കെ, യെസ്,
പെട്ടെന്ന് എടുക്കുന്നതുകൊണ്ട് ചടപടയാവുന്നുണ്ടോ? യെസ്. അപ്പോൾ താപം കടത്തിവിടാനുള്ള കഴിവിനെയാണ് താപചാലകത എന്ന് പറയുന്നത് അല്ലെ? ഓർത്തേക്ക, താപചാലകത. ഫോർ എക്സാമ്പിൾ നോക്കുക, നമ്മൾ വീട്ടിലൊക്കെ ഭക്ഷണം പാചകം ചെയ്യാറുണ്ട്. ഏതാ നമ്മൾ യൂസ് ചെയ്യുന്നത്? പാത്രമാണെന്ന് പറയരുത്. എന്താ? പാത്രത്തിലൂടെ എന്ത് ചെയ്യുന്നു? യെസ്, ഈ ഒരു താപം കടന്നു പോകുന്നോണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റുന്നത് അല്ലെ? പ്രധാനമായിട്ടും അലുമിനിയം, സ്റ്റീൽ പാത്രങ്ങള് അല്ലെ, ഇങ്ങനെ കുറെ പാത്രങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? യെസ്. അപ്പൊ ഓർത്ത് വെക്കുക, എന്താണ്? ദ എബിലിറ്റി ടു കണ്ടക്ട് ഹീറ്റ് ഈസ് നോൺ ആസ് തേർമൽ കണ്ടക്ടിവിറ്റി. താപം കടത്തിവിടാനുള്ള ഒരു വസ്തുവിന്റെ കഴിവാണ് താപചാലകത. താപം കടത്തിവിടാനുള്ള ഒരു വസ്തുവിന്റെ കഴിവിനെയാണ് താപചാലകത എന്ന് പറയാ. താപചാലകത, താപം കടത്തിവിടാനുള്ള കഴിവ്, താപചാലകത. യെസ്. സെറ്റാണോ? നോക്കാം, ലോഹങ്ങളിൽ ഏറ്റവും താപചാലകത കൂടുതൽ ആർക്കാണ്? അതും വെള്ളിക്കാണ്. ഈ വെള്ളി ആളൊരു സൂപ്പർ ആണല്ലോ. എന്താണ്? വെള്ളിയാണ് നല്ല രീതിയിൽ താപം കടത്തിവിടുക. വെള്ളിക്കും നല്ല വിലയാണ്. നിങ്ങൾ വീട്ടിലൊന്നും വെള്ളിന്റെ പാത്രങ്ങൾ വാങ്ങി വെക്കരുത് കേട്ടോ. സിൽവർ ഇസ് ദ ബെസ്റ്റ് thermal conductor among the metal. അലുമിനിയം, കോപ്പറും അതേപോലെ എന്താണ്? ഇറ്റ്സ് possess high thermal conductivity. നല്ല തെർമൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്ന ഒരാളാണ് ആര്? യെസ്, കോപ്പറും ബാക്കിയുള്ള കാര്യങ്ങളും. ഇമ്പോർട്ടന്റ് നമ്പർ 2 എന്താണ്? അവൻ malleability രാജാവാണെങ്കിൽ രാജ്ഞിയാണ് ആര്? ഡക്ടിലിറ്റി. അങ്ങനെ പറയല്ല കേട്ടോ, അങ്ങനെ പറയല്ല. അതായത് അവരെന്താണ്? ഒരേ തട്ടിലാണ്, ഒരേ വേവ് ലെങ്ത് ആണ്. ഓക്കെ, എന്താണ്? ഒരേ വേവ് ലെങ്ത് ആണ് അവർക്ക്. എന്താ? പ്രധാനപ്പെട്ട രണ്ടാളുകളാണ് ആര്? മാലിബിലിറ്റിയും അതേപോലെ എന്താണ്? ഡക്ടിലിറ്റിയും. ഡക്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്ര മാത്രമേ ഉള്ളൂ. എന്താ? അടിച്ചു പരത്തി വലിച്ചു നീട്ടി നേരത്തെ കമ്പികളാക്കി മാറ്റാൻ പറ്റുന്ന ആ ഒരു പ്രത്യേകതയെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുക? അതിനെ വിളിക്കുന്ന പേരാണ് ഡക്ടിലിറ്റി. ഓർത്ത് എന്താണ്? അതിനെ വിളിക്കുന്ന പേരാണ് ഡക്ടിലിറ്റി. ഓക്കെ, യെസ്. എന്താണ്? ഓർത്ത് വെക്കുക, the property of a metal by which it can be drawn into wires. എന്താണ്? ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാം. ഓക്കെ, ഈ സവിശേഷതയെ നമുക്ക് എന്ത് പറയാം? യെസ്, എന്ത് പറയാം? ഡക്ടിലിറ്റി എന്ന് പറയാം. അപ്പൊ നോക്കുക, എന്താണ്? യെസ്, ഇങ്ങനെ ഒരു കോപ്പർ മെറ്റലിന് എന്താണ് നമ്മൾ ഇങ്ങനെ വയറുകളാക്കി മാറ്റുകയാണ്. ഓക്കെ, വയറുകളാക്കി മാറ്റുക. ഇതിന് പറയുന്ന പേരാണ് എന്ത്? ഡക്ടിലിറ്റി. മാറിപ്പോരുത് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഇനി അടുത്തത് അതേപോലെ എന്താണ്? മോസ്റ്റ് ഡക്റ്റൈൽ ആയുള്ള മെറ്റൽ. നമ്മളൊക്കെ പറഞ്ഞു സിൽവർ എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ മോസ്റ്റ് ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റൽ ആരാണ്? പ്ലാറ്റിനം അല്ലെ? പ്ലാറ്റിനത്തെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വലിച്ചു നീട്ടി നല്ല അടിപൊളി കനം കുറഞ്ഞ സൂപ്പർ ആയിട്ടുള്ള ചക്കരായിട്ടുള്ള കമ്പികളാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെക്കുക ആ ഒരു കാര്യം. ഇനി ഇവിടെ നോക്കുക, ടങ്സ്റ്റൺ ഫിലമിന്റെ കാര്യം. ഏറ്റവും കൂടുതൽ ഡക്ടിലിറ്റി കാണിക്കുന്ന മറ്റൊരാളാണ് നമ്മളെ ടങ്സ്റ്റൺ അല്ലെ? നമ്മൾ ഫിലമെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ബൾബിൽ യൂസ് ചെയ്യുന്ന ആള് ടങ്സ്റ്റൺ എന്നുള്ള ഒബ്ജക്റ്റ് ആണ്, കാര്യമാണ്. അത് നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും? എക്സാമിന് ചോദിക്കാറുണ്ട്. ഉയർന്ന പ്രതിരോധമുള്ള ഒരാൾ കൂടിയാണ് ആര്? യെസ്, ചൂട് കൊടുത്ത അങ്ങനെ നിൽക്കും. ഓക്കെ, എന്താണ്? ചൂട് പിടിച്ചോണ്ട് നിൽക്കും. നെക്സ്റ്റ് പേഷ്യൻ ആരാണ്? യെസ്, സൊണോറിറ്റി. ഇത് കണ്ടോ? ഓക്കെ, സൊണോറിറ്റി ആണ് എന്താണ്? ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടോ? സെറ്റാണ്. ഓക്കെ, എന്താ സോണോറിറ്റി എന്ന് പറഞ്ഞാല് the ability of metals to produce sound when tapped with hard material. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്? കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിന്റെ മുകളിൽ നല്ല പ്രഹരം കൊടുക്കുകയാണെങ്കിൽ, നല്ല രീതിയിൽ അടി കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ആ മെറ്റല് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടോ? ശബ്ദം ഉണ്ടാക്കുന്നുണ്ടോ? അതിനെ പറയുന്ന പേരെന്ത്? യെസ്, സോണോറിറ്റി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ആരാധനാലയങ്ങളിലൊക്കെ അല്ലെ എന്ത് ചെയ്യാറുണ്ട്? യെസ്, ഈ മണികൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നോക്കുക, നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അല്ലെ? എന്താണ്? ഇവിടെ സ്വർണത്തിന്റെ കാര്യം എടുക്കാൻ എന്താണ്? അത് ലസ്ട്രസ് ആണ്, തിളക്കമുണ്ട്, റെസിസ്റ്റന്റ് കൊറോഷൻ, എളുപ്പത്തിൽ നശിക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറയാം? സ്വർണത്തിന്റെ കാര്യം. അതേപോലെ ഇവിടെ എന്താണ്? നമ്മൾ അയൺ എടുക്കുകയാണെങ്കിൽ എന്താണ്? അത് ഹാർഡാണ്, പക്ഷെ എന്താണ്? നോട്ട് റെസിസ്റ്റന്റ് കൊറോഷൻ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഓരോന്നും പറയാൻ പറ്റും അല്ലെ? ഒരു ഭാഗത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ എന്താ? യെസ്, സൊണോറിറ്റി നമുക്ക് പറയാൻ പറ്റും അല്ലെ? ലസ്ട്രസ് പ്രോപ്പർട്ടി പറയാൻ പറ്റും, മാലിബിലിറ്റിയും ഡക്ടിലിറ്റിയും പറയാൻ പറ്റും, സൊണോറിറ്റി പറയാൻ പറ്റും അല്ലെ? അതേപോലെ തെർമൽ കണ്ടക്ടിവിറ്റിയും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി സെറ്റ് ആയിട്ട് പറഞ്ഞു പോകണം. സോ മക്കളെ, നമ്മൾ ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അടിപൊളി ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ട് നമ്മൾ ഈ ക്ലാസ് മാറ്റി. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ക്ലാസ്. ബൈ.